അപ്പോൾ നമസ്കാരം. ബി ഇൻസ്പയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നോർത്തേൺ അയർലൻഡിൻ്റെ കാണാൻ ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട ഭൂപ്രകൃതിയുടെ സവിശേഷതയാർന്ന ഒരു സ്ഥലത്തിലേക്കുള്ള യാത്രയാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഡെൽസൻ്റെ വണ്ടിയിലാണ് ഞാനുള്ളത്. ഡെൽസനാണ് വണ്ടി ഓടിക്കുന്നത്. ആശ അങ്ങനെ കഥയൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളൊക്കെ സേഫായിട്ട് വണ്ടിയിലുണ്ട്. ജിഫിൻ പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. നല്ല മനോഹരമായൊരു സ്ഥലമാണ് ഇന്നത്തെ ലക്ഷ്യം. മോറിയൻ ഗുല്യൻ സ്ട്രാങ്ഫോർഡ് ഒരു ലാൻഡ്സ്കേപ്പാണ്. യുനെസ്കോ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകൃതിയുടെ വരദാനമായ നല്ലൊരു പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത്. കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ലോകത്തിൽ തന്നെ 195 രാജ്യങ്ങളിൽ യുനെസ്കോ അതുപോലെ ജിയോളജിക്കൽ പാർക്ക് മനോഹരമായ പ്രകൃതിയുടെ സൗന്ദര്യമുള്ള ഏരിയകളെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണിത്. നോർത്തേൺ അയർലൻഡിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. കാണേണ്ടതായ ഒരു കാഴ്ച തന്നെയാണിത്. ആ അകലെ കാണുന്നതാണ് നമ്മുടെ അയർലൻഡ് കേട്ടോ. അയർലൻഡ് ബോർഡർ വരെ ഏകദേശം നമ്മളെത്തി. ജിഫിനും ഡൽഹിയും കൂടെ പരീക്ഷണത്തിലാണ്. അതായത് ഈ സ്ഥലം സീറോ ഗ്രാവിറ്റി എന്നറിയപ്പെടുന്നത്. ഇവിടെ വാഹനം കയറ്റത്ത് നിർത്തിയാലും റിവേഴ്സിൽ ന്യൂട്രലാണെങ്കിൽ വണ്ടി റിവേഴ്സ് പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. ഈ പ്രദേശം ഒരു ഡാമിൻ്റെ താഴ്വാരമാണ്. അങ്ങോട്ട് പ്രവേശനമില്ല കേട്ടോ. പക്ഷേ ഈ വഴിയിൽ സീറോ ഗ്രാവിറ്റി കാണിച്ചു തരാനായിട്ടാണ് ജിഫിൻ ഞങ്ങളെവിടേക്ക് കൊണ്ടുവന്നത്. പൈൻ മരക്കാടുകൾ, മനോഹരമായ ക്രിസ്മസ് ട്രീ, അതിലൂടെ ഒഴുകുവാൻ തയ്യാറായി കിടക്കുന്ന ഡാം തുറന്നാൽ ഞാൻ ഒഴുകാമെന്ന് പറഞ്ഞു നിൽക്കുന്ന വലിയൊരു നദി. മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു ആ ഒരു ഏരിയ. അവിടുത്തെ നിരകളും അതുപോലെ തന്നെ കുന്നിൻ പുറങ്ങളുമെല്ലാം ഓടി നടക്കണം എന്നെനിക്ക് തോന്നിയെങ്കിലും പലതും മുള്ളുവേലികളാൽ അവർ ബന്ധിച്ചിരിക്കുന്നു. പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ കാലാവസ്ഥ കൊണ്ടായിരിക്കും. സമ്മറിൽ ഇതെല്ലാം ഓപ്പൺ ചെയ്തിരിക്കുമെന്നാണ് ജിഫിൻ പറഞ്ഞത്. ശക്തമായ കാറ്റ് തന്നെയാണ് കേട്ടോ. ആ തിര കാണുമ്പോൾ നിങ്ങൾക്കറിയാം അത് കാറ്റിനാൽ ഉണ്ടാകുന്നതാണ്. മനോഹരമായ ഒരു പ്രകൃതി സൗന്ദര്യം തന്നെയാണ്. ജിഫിൻ തൻ്റെ ക്യാമറകളിൽ അതിൻ്റെ മനോഹാരിതമായ പിക്ചർ പകർത്തുന്നു. ഞങ്ങൾ അവിടെ നിന്ന് അല്പനേരം കുടുംബവിശേഷങ്ങളൊക്കെ ചർച്ച ചെയ്തു. അവിടെ ആരൊക്കെയോ അതിൻ്റെ തടാകത്തിൻ്റെ അരികെ BBQ ഉണ്ടാക്കിയതായി കാണാം. എങ്കിലും അതിനവിടെ വിലക്കുണ്ട് കേട്ടോ. അരുതാത്തതാണ് കാണിച്ചിരിക്കുന്നത്. ഏകദേശം 400 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രകൃതി സൗന്ദര്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ രൂപകൽപ്പനപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മഞ്ഞുരുകിയും അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചും ഉണ്ടായ പ്രകൃതിയാൽ തന്നെ വേർതിരിഞ്ഞ ഒരു ഭാഗമാണത്രേ ഇത്. ഇന്ന് വലിയൊരു ആവാസ വ്യവസ്ഥ തന്നെ ഇവിടെയുണ്ട്. ഈ ഒരു ജിയോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ഈസ്റ്റ് നോർത്തേൺ അയർലൻഡിലാണ്. അതായത് ഇതിൻ്റെ അയൽവക്കമാണ് അയർലൻഡ്. വളരെ അടുത്തേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിലെ അങ്ങ് ക്രോസ് ചെയ്ത് അയർലൻഡിലോട്ടിൽ കടക്കാം. പക്ഷേ നമുക്കതിനുള്ള പ്രൊവിഷൻ ഇല്ല കേട്ടോ.
എന്താല്ലേ കാറ്റിൻ്റെ കുഴൽനാദം. ഓഹ്, ചെവി അടിച്ചു പോകുന്നുണ്ടെങ്കിലും നല്ല തണുപ്പാണ് കേട്ടോ. അധിക നേരം കുട്ടികളെ കൊണ്ട് അവിടെ നിൽപ്പാൻ കഴിയത്തില്ല. എങ്കിലും ഞങ്ങൾ വന്നതായതുകൊണ്ട് ആസ്വദിക്കാനുള്ള നിമിഷങ്ങൾ മാക്സിമം ആസ്വദിച്ചു. ടിൻസിക്കാണെങ്കിൽ ആ മലമുകളിൽ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ വേലിക്കെട്ടുള്ളതിനാൽ അത് നടന്നില്ല. 1932 കിലോമീറ്ററാണ് ഇങ്ങനെ ഈ ഒരു ജിയോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതിൽ തന്നെ 195 കിലോമീറ്ററോളം കടൽ തീരം തന്നെയാണ് ഉള്ളത്. നാനൂറ് ദശലക്ഷം വർഷത്തെ ഭൂമിശാസ്ത്ര ചരിത്രത്തിൽ 2 സമുദ്രങ്ങൾ എങ്ങനെ പരിണമിച്ചു എന്നതിൻ്റെ കഥയാണ് ഈ ജിയോ പാർക്ക് പറയുന്നത്. ഭൂമിയുടെ പുറന്തോടിനുള്ളിലും ഉപരിതലത്തിലും വലിയ അളവിൽ ഉരുകിയ പാറകൾ അല്ലെങ്കിൽ മാഗ്മ സൃഷ്ടിച്ച ലാപ്റ്റസ് സമുദ്രത്തിൻ്റെ അടച്ചുപൂട്ടലും വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ജനനവും ഇത് ചാർട്ട് ചെയ്യുന്നു. തുടർന്നുള്ള പാറകളും ഭൂപ്രകൃതിയും പിന്നീട് നിരവധി ഭൗമ പ്രക്രിയകളാൽ രൂപപ്പെട്ടുവെങ്കിലും ഏറ്റവും പുതിയ ഹിമയുഗത്തിൽ ആധിപത്യം പുലർത്തി. 27,000-നും 23,000-നും ഇടയിൽ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയ അവസാനത്തെ ഹിമപാതം ഭൂപ്രകൃതിയെ തിരഞ്ഞുപിടിച്ച് പാറകൾ നീക്കി ഡ്രംലിനുകൾ പോലെയുള്ള ലാൻഡ് ഫോമുകളായി. പർവ്വത തീരാന്തര പരിതസ്ഥിതികളുടെ സംയോജനം ഇത്രയും ചെറിയ പ്രദേശത്ത് സാധാരണയായി കാണപ്പെടാത്ത വളരെ വൈവിധ്യമാർന്ന ഗ്ലോഷ്യൽ സവിശേഷതകളുടെ വികസനത്തിലേക്ക് അത് നയിച്ചു. കൂട്ടായ്മകൾ അരുവികൾക്കരികിലൂടെ നമ്മൾ ഒഴുകിടും. മോൺ പർവ്വത നിരകളിലും സ്ട്രോങ് ഫോർട്ട് ലോഫിലും ഐസ് വികസനത്തിൻ്റെയും ചലനത്തിൻ്റെയും ഒന്നിലധികം ഘട്ടങ്ങൾ. ഡ്രൊമാര ഹിൽസ്, മോൺ പർവ്വതനിരകൾ, സ്ലീവ് ഗുളിയൻ കൂടാതെ റിംഗ് ഓഫ് ഗുളിയൻ എന്നറിയപ്പെടുന്ന കുന്നുകളുടെ ചുറ്റുമുള്ള വളയം എന്നീ 3 ഉയർന്ന പ്രദേശങ്ങൾ ഈ പ്രദേശത്തിനുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 850 മീറ്റർ ഉയരത്തിലുള്ള സ്ലീവ് ഡൊണാൾഡ് ആണ് ഈ മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. മോൺ മലനിരകൾക്കുള്ളിലാണ്. ഉയർന്ന പ്രദേശങ്ങൾ ഗ്ലോഷ്യൽ അവശിഷ്ടങ്ങളാൽ പൊതിഞ്ഞ താഴ്ന്ന പ്രദേശങ്ങളാൽ ചുറ്റിയിരിക്കുന്നു. അവയിൽ ഭൂരിഭാഗവും ഡ്രില്ലുകളുടെ രൂപത്തിലാണ്. അവസാനത്തെ ഹിമയുഗത്തിൽ മഞ്ഞുപാളികൾ രൂപം കൊണ്ട താഴ്വരകളാൽ പർവ്വതങ്ങൾ വിഘടിക്കപ്പെടുന്നു. ജിയോ പാർക്കിൻ്റെ തെക്കേ അറ്റത്താണ് കാർലിംഗ് ഫോർട്ട് ലോഫ് സ്ഥിതി ചെയ്യുന്നത്. UK-യിലും അയർലൻഡിലെയും ഏറ്റവും വലിയ കടൽ പ്രവേശന കവാടമായ സ്ട്രോങ് ഫോർട്ട് ലോഫ് നിർദ്ദിഷ്ട ജിയോ പാർക്കിൻ്റെ കിഴക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബെൽഫാസ്റ്റിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ അകലെയുള്ള ഈ ഒരു യാത്ര അത് ആ പ്രകൃതിയെ മാക്സിമം നമുക്ക് ആസ്വദിക്കാനായി കഴിയുന്നു. താഴ്വരകളും കുന്നിൻ നിരകളും ആടുമാടുകളും പ്രകൃതിയുടെ വൻ വരദാനം തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. വിൻ്ററിൽ ഇത്രയും ഭംഗിയെങ്കിൽ
സമ്മറിലെ കാര്യം ഞാൻ എടുത്തു പറയണം. തീർച്ചയായും നിങ്ങൾ പോകുന്നുവെങ്കിൽ ഈ ഒരു ഭാഗം വിസിറ്റ് ചെയ്യണം. മനോഹരം തന്നെയാണ്. നോർത്തേൺ അയർലൻഡ് ഇത്രയും ഭംഗിയെങ്കിൽ അയർലൻഡിലോട്ടും കൂടെ വ്യാപിച്ചു കിടക്കുന്ന ഈ പാത, അതിലൂടെയുള്ള യാത്ര, അത് മനോഹരം തന്നെയാണ്. എങ്കിലും അയർലൻഡിൻ്റെ ബോർഡർ വരെ ഞങ്ങൾക്കും പോയി കാണാൻ കഴിഞ്ഞു എന്നുള്ളതും, ചരിത്ര പ്രാധാന്യമുള്ള ഈ ഒരു മേഖലയിലൂടെ വാഹനത്തിലിരുന്നു കൊണ്ട് പ്രകൃതി ഭംഗിയെ ആസ്വദിക്കാൻ കുടുംബമായി കൂട്ടുകാരായി ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നത് ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായി ഞങ്ങൾ എണ്ണുന്നു. തീർച്ചയായും നിങ്ങൾക്കൊരു അവസരം ലഭിക്കുമെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം നോർത്തേൺ അയർലൻഡ് അല്ല ഈ കുന്നിൻ ചെരുവുകൾ. കാണേണ്ട കാഴ്ച സമ്മറിൽ കൂടിയാണെങ്കിൽ ആഹാ, അതെടുത്ത് പറയേണ്ട ഒന്ന് തന്നെ. അപ്പം നോർത്തേൺ അയർലൻഡിൻ്റെ ഈ വിൻ്റർ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഏകദേശം 6ഓളം വീഡിയോകൾ ഞാൻ ചെയ്തു. യാത്രയിൽ കൂട്ടായിരുന്ന ഡെൽസൺ കുടുംബത്തിനും ജിഫിൻ കുടുംബത്തിനും നൽകിയ നല്ല ഓർമ്മകളും എന്നും ബാക്കിയായി നിൽക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണും വരെ നന്ദി.